തൃപ്പൂണിത്തുറ നഗരസഭയിലെ 36-ാം വാർഡ് അല്ലെങ്കിൽ അമ്പലം വാർഡിൽ 2 രാധികാ വർമ്മമാരാണ് നിൽക്കുന്നത്. അതും രണ്ടുപേരും ഈ ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വേറൊരു സർപ്രൈസ് ഉണ്ടായി. നമ്മുടെ ഫ്ലവേഴ്സ് അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ മൊത്തത്തിൽ ഒരു അപൂർവതയാണ് ഇവിടെ. ഞാനിവിടെ രാവിലെ വരുമ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം, അയ്യോ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും പേരൊന്നാണ് അല്ലേ? അതെ, രണ്ടുപേരും രാധികാ വർമ്മമാര്. അപ്പൊ ഈ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോ എന്താ സംഭവിച്ചത്? കൊടുക്കാൻ പോയപ്പോ ഒരു തമാശ ഉണ്ടായി. ആദ്യം രാധിക കയറി കൊടുത്തു, അത് കഴിഞ്ഞെല്ലാം സ്ക്രൂട്ടിനി ചെയ്ത് മാറ്റി വെച്ചു. അടുത്തയാളെ വിളിച്ചപ്പോ വീണ്ടും രാധികാ വർമ്മ. അപ്പൊ അവർക്കൊരു സംശയം, ഇതെന്താ അത് ഒരേ വാർഡ്, രാധികാ വർമ്മ വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ അതെന്താ പറഞ്ഞു, വേറെയാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൊടുക്കാനായിട്ട് ആദ്യം സ്ക്രൂ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയി, അതുപോലെ തന്നെ വീണ്ടും കൊടുക്കാൻ ചെന്നപ്പോൾ ഇത് തന്നെ അവസ്ഥ. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം, ഇതെന്താ ഇങ്ങനെ വരണേ, ഒരേ പേര് വെച്ചിട്ട് രണ്ടുപേരും. ചേച്ചി ആകെ ഒരു ടെൻഷൻ ഉണ്ടോ? രണ്ടുപേർക്ക് ഒരേ പേരാണ്, ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ കോട്ടയ്ക്കകത്തൊക്കെ ഞങ്ങളെ രണ്ടുപേരെയും ശരിക്കും അറിയുന്നവരാണ്. പുറത്താവുമ്പോ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ട് രാധേ ചേച്ചിയുടെ. ഞാനിപ്പോ വളരെ ഒരു 10 വർഷമായിട്ട് നിലവിലുള്ളത് കാരണം വേറെ വലിയ കൺഫ്യൂഷൻ ഇല്ല. പെട്ടെന്ന് കേട്ടപ്പോ ഇതെന്താ ഇതെന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷെ നിലവിലിപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ ഈ കോട്ടയ്ക്കകം മാത്രമല്ല, അപ്പുറത്തേക്ക് പോകുമ്പോഴേ എല്ലാവർക്കും ഒരു പേരറിയാം. പിന്നെ ഈ അപ്പുറത്ത് കുറെയൊക്കെ നേരിട്ട് അറിയാവുന്നവരാണ്. പിന്നെ ടീച്ചർ ആയത് കാരണം അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്റ്റുഡൻസ് എവിടെ ചെന്നാലും കുറെ പേര് പേരന്റ്സും സ്റ്റുഡൻസും ആയിട്ടുണ്ടാവും. രണ്ടുപേരും അറിയണവരാണ്. ഞാനും ഈ കഥകളിയിൽ ഞങ്ങളുടെ വനിതാ കഥകളി ഇതിന്റെ പ്രസിഡന്റാണ്, ഫൗണ്ടർ ഇതാണ്. അപ്പൊ ഈ തൃപ്പൂണിത്തുറയ്ക്കുള്ളവർക്ക് എന്നെയും അറിയാം, രണ്ടുപേരെയും അറിയാം. അപ്പൊ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒരു ടീച്ചറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പുതുമുഖം ആദ്യമായി മത്സരിക്കുകയാണ്. ഫ്ലവേഴ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഫ്ലവേഴ്സ് അക്കാദമിയിൽ പഠിച്ച. അപ്പൊ ദേവിപ്രിയ ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. എന്താണ് നല്ല 10 വർഷമായിട്ട് ഇവിടെ കൌൺസിലറായ ആളിനോടൊപ്പവും അതേപോലെ തന്നെ ഒരു കലാകാരി, കുറെ വർഷമായി രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. നേരത്തെ പരിചയമുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. എന്താണ് മനസ്സിൽ? അതെ, UDF-ന്റെ അമ്പലം വാർഡിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എന്താ പറയാ, ഇവര് രണ്ടുപേരെയും നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതാ കഥകളി സംഘത്തിന്റെ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ആ സമയത്ത് ഞാൻ രാധികാ വർമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിരുന്നു ചേച്ചി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ സ്ഥാനാർത്ഥിയാണ്, ഇതേ കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായി. അപ്പൊ ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി രാധികാ വർമ്മയല്ലേ അങ്ങനെ ചോദിക്കും. ചിലർ ചോദിക്കും LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു പാർട്ടി മാറി. അവസാനമാണ് രണ്ടുപേരെയും കണ്ടുപിട്ടിയപ്പോ